എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ. മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. വേറെ ഒന്നുമല്ല, ഓറഞ്ച് കൃഷിയെക്കുറിച്ചാണ്. അത് മറ്റെങ്ങുമല്ല, നമ്മുടെ ആ ഒരു വീട്ടുമുറ്റത്ത് ഞാനൊരു ചെടിച്ചട്ടിയിൽ വളർത്തിയ ആ ഒരു ഓറഞ്ച് ഇപ്പോൾ നിറയെ കായ്ച്ചത് ഇതുപോലെ നല്ല വിളഞ്ഞ് പാകമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഓറഞ്ച് കൃഷിക്ക് ഞാൻ ചെയ്തു കൊടുത്ത ആ ഒരു കുറച്ച് വളങ്ങളും അതിന് നമുക്ക് കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയോഗിച്ച ചെറിയ വിദ്യകളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലെ ഫ്രൂട്ട്സുകൾ നിങ്ങൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കുന്നൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണുക. ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു ഓറഞ്ച് ചെടി. നമ്മളിപ്പോൾ നന്നായിട്ട് വിളഞ്ഞ് പാകമായിരിക്കുന്ന ആ ഓറഞ്ചിൻ്റെ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനിത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച ഒരു ഭാഗമാണ്. ആ ഒരു നമ്മുടെ ഓറഞ്ച് ചെടി നമ്മൾ വാങ്ങി നമ്മൾക്ക് ഓരോ വളങ്ങൾ കൊടുത്തപ്പോൾ പെട്ടെന്നായിരുന്നു അതിൻ്റെ ആ ഒരു വളർച്ചയെന്ന് പറയുന്നത്. പിന്നീട് അതിനകത്ത് പൂക്കളുണ്ടാകുകയും അത് പൊഴിഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് നമ്മൾ ഈ കാണിക്കുന്ന നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന ആ ഒരു വളം ഞാൻ പല സമയങ്ങളിൽ കൊടുത്തപ്പോഴേക്കും അതിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഇതുപോലെ പുറ്റുപോലെ മുട്ടുകൾ ഉണ്ടാവുകയും അതെല്ലാം വിരിഞ്ഞ് നമുക്ക് ഇതുപോലെ കുഞ്ഞു ഓറഞ്ചുകളായിട്ട് പിടിക്കുകയും ചെയ്തു. ഒന്നും തന്നെ നമുക്ക് പൊഴിഞ്ഞു പോവുകയില്ല. എല്ലാം നല്ല മനോഹരമായിട്ട് നമുക്ക് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് പിടിച്ചു കിട്ടി. ഇപ്പോൾ ഈ കാണുന്ന ഓറഞ്ചാണ് നമുക്ക് പിന്നീട് കുലയായിട്ട് ഒത്തിരി ഓറഞ്ചുകളായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതെന്താണെന്നൊന്ന് നോക്കാം. നമ്മളെല്ലാവരും നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. അത് നമ്മുടെ വീട്ടുമുറ്റത്ത് കായ്ച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷം കൂടിയാണ്. നമ്മൾ കടകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഓറഞ്ച് നിറത്തിൽ ഇങ്ങനെ പഴുത്തിരിക്കുമ്പോൾ അത് നമ്മുടെ ആ മുറ്റത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും കുളിർമയുമാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടാൻ കൂടെ നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യാതൊരു കെമിക്കലായിട്ടുള്ള വളങ്ങളോ നമ്മൾ മിക്കവാറും നമ്മൾ നഴ്സറികളിലൊക്കെ ചെല്ലുമ്പോൾ അവർ നമ്മളോട് പറയാറുണ്ട് ഇന്ന രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഓറഞ്ച് നന്നായിട്ട് കായ്ക്കും, നാരങ്ങ നന്നായിട്ട് കായ്ക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊന്നും വേണ്ടാതെ, അത്രയൊന്നും പൈസയൊന്നും മുടക്കാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ അടുക്കളയിൽ എടുക്കുന്ന കുറച്ച് വേസ്റ്റും നമ്മൾ പാഴാക്കി കളയുന്ന കുറച്ച് സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഓറഞ്ച് ആയാലും മറ്റേത് ഫ്രൂട്ട്സുകളാണെങ്കിലും നമുക്ക് നിറയെ കുത്തി നമുക്ക് ആ ഒരു ഫ്രൂട്ട്സുകളെല്ലാം കായ്ക്കാനായിട്ട് പാകമായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ആ ഒരു വളക്കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കി നമ്മുടെ ഈ ഒരു ഓറഞ്ച് ചെടിക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഓറഞ്ചിന് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന എല്ലാ പഴച്ചെടികൾക്കും നമുക്ക് ഈ ഒരു വളം കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഓറഞ്ച് എന്ന് പറയുന്നത് നമുക്ക് വെച്ച് ഒരു 7 മാസം കഴിഞ്ഞപ്പോഴാണ് അതിനകത്തൊക്കെ ചെറുതായിട്ട് പൂക്കൾ വന്നു. പക്ഷെ അത് ആദ്യം കൊഴിഞ്ഞു പോയി. പിന്നീട് നമ്മൾ അതിനകത്ത് വളങ്ങളൊക്കെ കൊടുത്തു. പിന്നീട് അതങ്ങോട്ട് നല്ല രീതിയിൽ പൂത്ത് നിറച്ച് ഓറഞ്ചുകളൊക്കെ കായ്ക്കാനായിട്ട് തുടങ്ങി. ഇതെല്ലാം ഇതിങ്ങനെ നല്ല പാകമായിട്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു ഓറഞ്ച് നമുക്ക് ഒരു 3, 4, 5 മാസം വരെ എടുക്കും ഇതൊന്ന് നന്നായിട്ട് പാകമാകാനായിട്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത്രയും നാള് വീഡിയോ ചെയ്യാതെ നിങ്ങളിലേക്ക് എത്തിക്കാതെ ഞാൻ വെയിറ്റ് ചെയ്തത്. ഇത് നിറയെ എല്ലാം ഓറഞ്ച് നിറമായിട്ട് നിങ്ങളിലേക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടും ഇതെല്ലാം ആ ഒരു നിറത്തിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആ ഒരു ചെറിയ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു വളം എങ്ങനെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാമെന്ന് നോക്കാം. ഇനി നമ്മൾ ഈ ഒരു ഓറഞ്ചിന് കൊടുക്കുന്ന വളം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് വേറെ ഒന്നുമല്ല, നമ്മുടെ അടുക്കളയിൽ ഇതുപോലെ നമ്മൾ പാഴാക്കി കളയുന്ന ആ ഒരു പച്ചക്കറിയുടെ വേസ്റ്റ് ആണ്. അത് നമ്മൾ എല്ലാം കൂടിയല്ല, നമ്മൾ ആ ഒരു അടുക്കളയിൽ വരുന്നത് ഇത് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉള്ളി, സവാള, ഇഞ്ചി,
പിന്നെ നമ്മൾ ഇതുപോലെയുള്ള പഴത്തൊലികൾ അതൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു മുട്ടത്തോട് പൊടിച്ചത്, നമ്മൾ മുട്ടത്തോട് വെറുതെ കൊണ്ടുപോയി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടികൾക്ക് അത് പെട്ടെന്ന് ആഗീരണം ചെയ്ത് നല്ല വളർച്ച ലഭിക്കുന്നതല്ല. അതിന് പകരം നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടാൽ നമ്മുടെ ചെടികൾ അത് പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പോൾ അതുപോലെയുള്ള കുറച്ച് കണ്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി അങ്ങനെയുള്ള കുറച്ച് സെലക്ട് ആയിട്ടുള്ള കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി ഉപയോഗിക്കുന്ന മറ്റൊരു സാധനം എന്ന് പറയുന്നത് ശർക്കരയാണ്. അത് ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു കറുത്ത ശർക്കര എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇതുപോലത്തെ ഈ ഒരു വലിപ്പത്തിൽ, ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കായമാണ്. കായം എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കായമാണേലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാനൊരു കട്ടക്കായാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ കട്ടക്കായ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയാണേലും യൂസ് ചെയ്യാം. നമുക്ക് ഇതുപോലെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. 2-3 രൂപയേ ഉള്ളൂ കായത്തിൻ്റെ കട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പച്ചവെള്ളത്തിലല്ല നമ്മളിത് കലക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഞ്ഞിവെള്ളം നമുക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എടുക്കാം. ഞാനിതിപ്പോൾ ഒരു ടിന്നിനകത്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അതിന് ആ ഒരു അളവിന് പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു വളക്കൂട്ട് ചേർക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇനി അതിനകത്തേക്ക് എങ്ങനെയാണിതൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് അടയ്ക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിനാണ്. അത് ഇച്ചിരി വലിപ്പമുള്ളതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആ വേസ്റ്റുകൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് മുട്ടത്തോടു കൂടെ പൊടിച്ചതാണ് ആ ഒരു വെള്ളപ്പൊടി കിടക്കുന്നത്. നമുക്ക് ഈ ഒരു വേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ്, പഴത്തൊലി, അതുപോലെ തന്നെ നമുക്ക് സവാള, ഉള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള വേസ്റ്റുകളാണ് കൂടുതൽ നമ്മൾ എടുക്കുന്നത് നല്ലത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് വേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിനകത്ത് കണ്ട ആ മുട്ടത്തോട് പൊടിച്ചാണ് അത് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ ആ ഒരു നേരത്തെ കാണിച്ച ആ ഒരു ശർക്കരയുണ്ടല്ലോ, ഇത്രയും വലിപ്പമുള്ള ഒരു ശർക്കര, ഇത് നമ്മൾ പൊടിക്കുകയൊന്നും വേണ്ട, നമ്മൾ ഇതിനകത്തേക്ക് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കട്ട കായ, ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ദിവസം ഉപയോഗിച്ച കഞ്ഞിവെള്ളമാണേലും ചൂടാറിയതിന് ശേഷം നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്ക് കഞ്ഞിവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമുക്ക് നിറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമുക്ക് ആ ഒരു എല്ലാ മിക്സും ഒന്നും ആകുന്ന രീതിയിൽ നമുക്കൊന്ന് താത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലൊരു ടൈറ്റായിട്ടുള്ള ഒരടപ്പ് കൊണ്ട് നമുക്ക് അടച്ചു വെക്കണം. വളം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് അത് തയ്യാറാക്കി നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒന്നരാട ഉള്ള ദിവസങ്ങളിൽ ഇത് തുറന്ന് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇനിയിപ്പോൾ തുറന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താലും മതി. എങ്കിലും ആ ശർക്കരയും കായവും ഒക്കെ ഒന്നുകൂടെ ഇതിനകത്ത് സെറ്റാകുന്നതിന് വേണ്ടിയിട്ട് തുറന്ന് ഒരു ഒന്നരാട ദിവസങ്ങളിൽ മാത്രം ഒരു ഉണങ്ങിയ ഒരു വടി കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെച്ചതിന് ശേഷം 5-ാമത്തെ ദിവസം മുതൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. നമുക്ക് തൽക്കാലം ഇതൊന്ന് കുറച്ച് ദിവസത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ഒരു വളം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഒരു 8-ാമത്തെ ദിവസം ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു വളം എടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നോക്കിക്കേ, നമ്മൾ അന്നായി ഇട്ട് കൊടുത്ത ആ വേസ്റ്റ് എല്ലാം അതിൻ്റെ അടിയിൽ അടിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു തെളിവെള്ളം മൊത്തം കണ്ട ആ ഒരു വളത്തിൻ്റെ കംപ്ലീറ്റ് ഇതും നമുക്ക് നന്നായിട്ട് തെളിഞ്ഞ് കാണാം. ബാക്കിയുള്ള എല്ലാ വേസ്റ്റും ഇതിൻ്റെ അടിയിലേക്ക് അടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നൊന്ന് കാണിച്ചു തരാം ഞാൻ.
നമ്മളിപ്പം ഓറഞ്ചിന് ഒഴിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് വെള്ളം ചേർക്കുന്നില്ല. നമ്മുടെ ആവശ്യത്തിന് മാത്രം നമുക്ക് എടുത്ത് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇതിപ്പം ഞാൻ ഈ ഒരു പാത്രം 1 ലിറ്റർ വെള്ളമോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 1 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഈ ഒരു ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ് നമുക്ക് ലിക്വിഡ് എടുത്ത് ഈ ഒരു വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എത്ര ദിവസം താമസിച്ചാലും കുഴപ്പമില്ല. നമ്മൾ എല്ലാ ദിവസവും ഇതൊന്ന് ഏതെങ്കിലും ഒരു നേരമെങ്കിലും നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അത് കൂടുതൽ ഈ ഒരു നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ വളവും നല്ല സെറ്റായി നമ്മുടെ ഈ ലായനിയിൽ ചേരത്തുള്ളൂ. ഇതിപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ ഒരു വെളുത്തുള്ളി വരെ നന്നായിട്ട് ഇതിനകത്ത് ലയിച്ച് ചേർന്നിരിക്കുന്നത് കണ്ടോ. അതിൻ്റെ വെള്ളത്തിൻ്റെ നിറം കണ്ടല്ലോ. അപ്പം നമുക്ക് ഈ 1 ലിറ്റർ പച്ചവെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു ലായനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു ഓറഞ്ചിന് നമുക്കൊന്ന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ എടുത്ത ഒരു വെള്ളവും ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ ചുവട്ടിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ആഴ്ചയിൽ 1 തവണ വെച്ച് നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഒരു ലായനി നമുക്ക് അടച്ചു വെച്ചിരുന്നാൽ എത്ര നാൾ വേണേലും ഒരു മാസം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മളത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് കാണിച്ചത്. ഇനി നമുക്ക് ചെടിക്ക് തളിച്ചും കൊടുക്കണം. ഇനി നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിനകത്തേക്ക് ഒഴിച്ച് നമുക്കതൊന്ന് തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്തുനിന്ന് നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കിടക്കുന്ന വേറെ കരടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അരിക്കുന്നില്ല. ഇത് ഒത്തിരി വേസ്റ്റ് മേലോട്ട് വരുവാണെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഈ 1 ലിറ്ററിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ബോട്ടിലിനകത്തേക്ക് മാറ്റാം. അപ്പോൾ അതൊന്ന് മിക്സായി കഴിഞ്ഞു. നമുക്കിതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്തേക്ക് ആക്കി വെച്ചും ഒരു ഓറഞ്ചിൻ്റെ ഇലയിലും തണ്ടിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എത്ര പൂക്കാതെ നിൽക്കുന്ന ഓറഞ്ചാണേലും നാരകമാണേലും ഒക്കെ നന്നായിട്ട് പൂത്ത് നിറച്ച് കായ്കൾ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കലക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഓറഞ്ചിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ട ഓറഞ്ചുകളെല്ലാം ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ അത് നല്ല വലുപ്പത്തിൽ വന്നിരിക്കുകയാണ്. മിക്ക ഓറഞ്ചും വിളയാനും തുടങ്ങി നന്നായിട്ട്. നേരത്തെ ഒരെണ്ണമാണ് നമുക്ക് നല്ല രീതിയിൽ വിളഞ്ഞു വന്നതെങ്കിൽ ഇപ്പോൾ മിക്ക ഓറഞ്ചും നല്ല രീതിയിൽ വിളഞ്ഞു വരികയാണ്. അതിൽ ഒരു കൊലയിൽ തന്നെ 6-7 ഓറഞ്ചൊക്കെയാണ് നമുക്ക് പിടിച്ചു കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഓറഞ്ചിൻ്റെയൊക്കെ നിറം മാറി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഓറഞ്ചിൻ്റെ നിറമൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് വലിപ്പമുള്ള ഓറഞ്ചുകളാണ്. ഇതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് വിളഞ്ഞ് പാകമായിട്ട് വരികയാണ്. അപ്പം നമുക്ക് ഇതുപോലെ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ലായനി ഉണ്ടല്ലോ, ഇതിന് നമുക്കിതൊന്ന് തളിച്ചു കൊടുക്കാം. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ 1 തവണ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന വെള്ളീച്ചകളോ മറ്റ് പ്രാണികളോ പുഴുക്കളോ ഒന്നും വരത്തില്ല നമ്മൾ ഈ ഒരു ലായനി തളിച്ചു കൊടുക്കുമ്പോൾ. പിന്നെ നമ്മൾ ഈ ഇതിനകത്ത് നമ്മൾ ചേർത്ത ഓരോ വേസ്റ്റുകളുണ്ടല്ലോ, അതെല്ലാം നമ്മുടെ ഈ ചെടികൾ പൂക്കാനും പൂക്കളൊന്നും പൊഴിഞ്ഞു പോവാതെ കായായി കിട്ടുന്നതിനും വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ കായ്ക്കാതെ നിൽക്കുന്ന നാരങ്ങയോ ഓറഞ്ചോ അങ്ങനെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ചെടികളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കുകയും തളിക്കുകയും ഒക്കെ ചെയ്യുക. നല്ല 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ഒരു ഓറഞ്ചൊക്കെ കുറച്ചൊക്കെ നമുക്ക് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതുപോലെ ഇങ്ങനെ കരിമ്പച്ച പോലെ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് കുറേ നാൾ വേണം കേട്ടോ ഇതൊക്കെ പഴുത്ത് കിട്ടാനായിട്ട്. കുറേ നാളുകൾ മാസങ്ങളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഓറഞ്ചൊക്കെ ഒന്ന് പഴുത്ത് കിട്ടാനായിട്ട്. അപ്പം നമുക്കിതിനകത്ത് കുറച്ചൊക്കെ ഇത് കണ്ടോ, ഇതുപോലെ നിറം മാറി ഇതുണ്ട്. പക്ഷെ ഇതിനെന്തോ ഒരു കേട് വന്ന മാതിരി. അപ്പം നമുക്കത്
പറിക്കുന്നില്ല ഞാൻ, അത് ശരിക്കും എന്തൊരു കേട് വന്ന പോലെ. അപ്പം നമുക്കിത് ഇതൊക്കെ ഒന്ന് കളറൊക്കെ മാറിയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം പറിച്ച് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പം എല്ലാവരും ഒക്കെ പറയാറുണ്ട് നമുക്ക് ഈ ഒരു ഓറഞ്ച്, നമ്മുടെ ഈ ഒരു വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഓറഞ്ചിന് ഭയങ്കര പുളിപ്പാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് നമ്മൾ ഇതുവരെയും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു ടേസ്റ്റ് നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ടാണ് നമ്മളത് നോക്കാൻ പോണത്. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് ഒരെണ്ണം നമുക്ക് പറിച്ചെടുക്കാം. നമ്മുടെ ആ ഒരു ഓറഞ്ച് നമ്മൾ പറിച്ചെടുത്തിരിക്കുകയാണ്. അപ്പം ഇതിന് കുറച്ച് നിറവ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കിനി അതൊന്നും പഴുത്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല, നമുക്കിതൊന്ന് നോക്കാം. നല്ല മുഴുത്ത ഓറഞ്ചാണ്. സാധാരണ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ തീരെ ചെറിയ ബുഷ് ഓറഞ്ചാണ്. പക്ഷെ ഇത് ബുഷ് ഓറഞ്ച് അല്ല, നമ്മുടെ ആ ഒരു കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടൈപ്പ് ഓറഞ്ച് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. ഇച്ചിരി കട്ടിയുണ്ട്, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല, ഇച്ചിരി കട്ടിയുണ്ട് ഇതിൻ്റെ തൊലികൾ നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. എന്നാലും നല്ല ഓറഞ്ച് കളറിലാണ് ഇരിക്കുന്നത്. നമുക്കിതിൻ്റെ തൊലിയൊന്നും കളയണ്ട, നമുക്ക് അതിൻ്റെ ചോട്ടിലേക്ക് തന്നെ ഇട്ടേക്കാം. നമ്മളതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കഴിഞ്ഞ് കണ്ടോ, നമ്മുടെ മുറ്റത്ത് നമുക്കിത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഓറഞ്ച് കിട്ടിയിരിക്കുകയാണ്. നോക്കിക്കേ, എന്ത് വലിപ്പമാണ്, നല്ല നിറവുമാണ്. അപ്പം ഇനി ഇതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യം നമുക്ക് ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കാം. ചെറിയ പുളിപ്പുണ്ട്, എന്നാൽ മധുരമുണ്ട്. മധുരമുള്ളതിന് അതുപോലെ തന്നെ ശകലം ഒരു പുളിപ്പുണ്ട്. ഇനി പഴുക്കാത്ത കൊണ്ടാണോ എന്നറിയില്ല, ചെറിയൊരു പുളിപ്പ്, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലൊരു ടേസ്റ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ മുറ്റത്ത് ഉണ്ടായതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സന്തോഷം നിങ്ങൾക്കും അനുഭവിക്കണമെങ്കിൽ വീട്ടിൽ ഒരു ചെറിയ തൈ വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് കൃഷി ചെയ്താൽ ഈ ഒരു സന്തോഷം നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ഓറഞ്ച് നിറയെ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത ആ ഒരു വളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കായ്ക്കാതെ നിൽക്കുന്ന ഏതെങ്കിലും ഫ്രൂട്ട്സുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഓറഞ്ചൊക്കെ പോലുള്ള ചെടികളുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ കാണിച്ചു തന്ന ആ ഒരു വളക്കൂട്ട് തയ്യാറാക്കി നിങ്ങളതൊന്ന് ചുവട്ടിലൊഴിക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ നല്ല ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന് നമ്മൾ ഒത്തിരി ഒന്നും കാത്തു നിൽക്കണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്തൊക്കെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ തന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.